എന്താണ് വിഗ്രഹങ്ങൾ? വിഗ്രഹങ്ങൾക്ക് നിവേദിച്ച ഭക്ഷണം കഴിക്കണമോ? ആദിമ സഭയിൽ ക്രിസ്ത്യാനികൾ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രധാന തത്വത്തെ പഠിപ്പിച്ചിരുന്നു. അന്നത്തെ ക്രിസ്ത്യാനികൾക്കിടയിലും ഇന്നത്തെ ചില ക്രിസ്ത്യാനികൾക്കിടയിലും ഇന്നും ഇതൊരു പ്രശ്നമായി തുടരുന്നു. 1 കൊരിന്ത്യർ 8-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ വിഗ്രഹാർപ്പിതത്തെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നുണ്ട്. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ, നമുക്ക് എല്ലാവർക്കും അറിവുണ്ട് എന്നും നമുക്കറിയാം. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധനവ് വരുത്തുന്നു. താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുവന് തോന്നുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്നുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. വിഗ്രഹാർപ്പിതങ്ങൾ ഭക്ഷിക്കുന്നതിനെ കുറിച്ചോ, ലോകത്തിൽ വിഗ്രഹമേതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരുകിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. സകലവും അവൻ മുഖാന്തരമാകുന്നു, നാമും അവൻ മുഖാന്തരം തന്നെ. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ചിലർ ഇന്നുവരെ വിഗ്രഹ പരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതം എന്ന് വെച്ച് ഭക്ഷിക്കുന്നു. അവരുടെ മനസാക്ഷി ബലഹീനമാകയാൽ മലിനമായി തീരുന്നു. വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം അറിയുന്നതിന് മുൻപ് നിങ്ങളൊരു വിഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് വിഗ്രഹം? ഇത്യാദി കാര്യങ്ങളെ മനസ്സിൽ ആദ്യം ഉറപ്പിക്കേണ്ടതുണ്ട്. എന്താണ് വിഗ്രഹങ്ങൾ എന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ വിഗ്രഹങ്ങൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതാണ്. യിരെമ്യാവ് 10-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യം വിഗ്രഹങ്ങളെക്കുറിച്ച് ഒരു നല്ല വിവരണം നൽകുന്നുണ്ട്. ഇസ്രായേൽ ഗൃഹമേ, യഹോവ നിങ്ങളോട് അരുളി ചെയ്യുന്ന വചനം കേൾക്കുവിൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ജനതകളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ടു ഭ്രമിക്കരുത്. ജനതകളല്ലോ അവ കണ്ടു ഭ്രമിക്കുന്നത്. ജനതകളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു. അത് ഒരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും തച്ചൻ ഊളികൊണ്ട് ചെയ്ത പണിയുമത്രേ. അവർ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു. അത് ഇളകാതെ ഇരിക്കേണ്ടതിന് അവർ അതിനെ ആണിയും ചുറ്റികയും കൊണ്ട് ഉറപ്പിക്കുന്നു. അവ വെള്ളരിത്തോട്ടത്തിലെ തൂണുപോലെയാകുന്നു. അവ സംസാരിക്കുന്നില്ല. അവയ്ക്ക് നടക്കുവാൻ വയ്യായിക കൊണ്ട് അവയെ ചുമന്നുകൊണ്ട് പോകണം. അവയെ ഭയപ്പെടരുത്. ഒരു ദോഷവും ചെയ്യുവാൻ അവയ്ക്ക് കഴിയുകയില്ല. ഗുണം ചെയ്യുവാനും അവയ്ക്ക് പ്രാപ്തിയില്ല. വിഗ്രഹങ്ങളും ഭൂതങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തുന്നു. അതായത് വിഗ്രഹങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ശക്തി ഭൂതങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം: ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണുവാനും കേൾക്കുവാനും നടക്കുവാനും വയ്യാത്ത പൊന്നു, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കത്തക്ക വിധം തങ്ങളുടെ കൈവേല വിട്ട് മാനസാന്തരപ്പെട്ടില്ല. യെശയ്യാ പുസ്തകം 19-ാം അധ്യായം 3-ഉം സെഖരിയ പുസ്തകം 13-ാം അധ്യായം 2-ഉം വിഗ്രഹങ്ങൾ, പ്രേതങ്ങൾ, ആത്മീയവാദികൾ, മാധ്യമങ്ങൾ അഥവാ മീഡിയം എന്നിവയെ ഒരേ ശ്രേണിയിൽ പെടുത്തിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം വ്യക്തമായി വെളിപ്പെടുത്തുന്നത്, നാം ഒരു വിഗ്രഹത്തെ ആരാധിക്കുകയോ ഒരു വിഗ്രഹത്തിന് ബലി അർപ്പിക്കുകയോ ചെയ്താൽ നാം ഒരു ഭൂതത്തെ ആരാധിക്കുകയോ ഭൂതത്തിന് വേണ്ടി ബലി അർപ്പിക്കുകയോ ചെയ്യുകയാണ്. അതായത് വിഗ്രഹങ്ങൾ മനുഷ്യനിർമ്മിതമാണ്, എന്നാൽ ഭൂതങ്ങൾ മനുഷ്യനിർമ്മിതമല്ല. അവ യാഥാർത്ഥ്യമാണ്. അതായത് വിഗ്രഹങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ശക്തി ക്രിസ്ത്യാനിക്ക് ദൈവം നൽകിയിരിക്കുന്ന വചനം പറയുന്നതനുസരിച്ച് ഭൂതങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഒരു വിഗ്രഹത്തിന് സമർപ്പിക്കുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാമോ? 1 കൊരിന്ത്യർ 8-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ മനുഷ്യനിർമ്മിതമായ
വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കുന്ന മാംസം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം. 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വിഗ്രഹാർപ്പിതങ്ങൾ ഭക്ഷിക്കുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരുകിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പോസ്തലനായ പൗലോസിന്റെ നാളുകളിൽ വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കുന്ന എന്തും ഭക്ഷിക്കാൻ ക്രിസ്ത്യാനികൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇന്നും വിഗ്രഹങ്ങളിൽ ബലിയർപ്പിക്കുന്ന മറ്റ് മതങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ചില ക്രിസ്ത്യാനികൾക്ക് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചത് ഇന്ന് കഴിക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കുന്നു. അതിനാൽ ഈ ചോദ്യം ഇന്ന് വളരെ പ്രസക്തിയുള്ളതാണ്. 1 കൊരിന്ത്യർ 8-ാം അധ്യായം 1-ാം വാക്യം എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നോക്കാം. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്ക് എല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധനവ് വരുത്തുന്നു. ഈ വാക്യം വളരെയധികം ബൈബിൾ പരിജ്ഞാനമുള്ളവരെ കുറിച്ചല്ല പറയുന്നത്. പ്രത്യുത സത്യമറിയുകയും എന്നാൽ അശ്രദ്ധമായി നിന്നുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാരണം അവർക്ക് മറ്റുള്ളവരോട് സ്നേഹമില്ല. അതായത് ഒരിക്കൽ കൂടി വ്യക്തമായി തെളിച്ചു പറഞ്ഞാൽ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിഗ്രഹങ്ങൾ ദൈവമല്ല എന്ന സത്യം ഈ ക്രിസ്ത്യാനികൾക്ക് നന്നായി അറിയാം. എന്നാൽ ഈ അറിവ്, ഈ യാഥാർത്ഥ്യ ബോധം, ഈ സത്യം പുതിയ കൺവേർട്ടഡ് ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്നില്ല. അവർക്ക് ഇപ്പോഴും പഴയ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ ഇന്നും റിയാലിറ്റി ആയിരുന്നു. അതായത് മതപരമായ ആചാരങ്ങളിൽ പങ്കുചേരുന്നത് പോലെയായിരുന്നു വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കുന്നതും. എന്നാൽ ആദിമ ക്രിസ്ത്യാനികൾ അഹങ്കാരികളും വിവേകശൂന്യകളും കരുതലില്ലാത്തവരുമായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവ സ്നേഹമില്ലാത്തവരായിരുന്നു. അവർ ഭക്ഷണം മാത്രം പ്രിയം വെച്ചവരാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എല്ലാ ക്രിസ്ത്യാനികളെയും വേദനയോടെ, വളരെ വേദനയോടെ ഓർമ്മിപ്പിക്കുന്നത്, ഒരു ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. ശേഷം ക്ഷേത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് നിർത്താൻ പൗലോസ്ലീഹ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ, ഒന്നാമതായി പക്വതയില്ലാത്ത ക്രിസ്ത്യാനി ഇടറുന്നത് തെറ്റാണ്. ഇത് 8-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ആകയാൽ ആഹാരം എൻ്റെ സഹോദരന് ഇടർച്ചയായി തീരുമെങ്കിൽ എൻ്റെ സഹോദരന് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാൾ മാംസം തിന്നുകയില്ല. മാംസം മീൻസ് എന്ത് തന്നെ ആഹാരമായിരുന്നാലും. രണ്ടാമതായി, വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റില്ല. കാരണം വിഗ്രഹങ്ങൾ ദൈവമല്ലാത്തതിനാൽ മാംസം അശുദ്ധമല്ല. അതുകൊണ്ട് മാംസം കഴിച്ചാലും കുഴപ്പമില്ല. എന്നാൽ വിഗ്രഹത്തിന് അർപ്പിക്കുന്ന മാംസം കഴിക്കുന്നത് കണ്ട് ഇടറിപ്പോകുന്ന ഒരാൾ എൻ്റെ കൂടെ, നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ നിമിത്തം ആ മാംസം, ആ ആഹാര പദാർത്ഥം കഴിക്കാതിരിക്കണം. കാരണം ദുർബല മനസാക്ഷിയുള്ള ഒരുവൻ ഇത് കണ്ടാൽ അവൻ തെറ്റിപ്പോവും. അതുകൊണ്ട് അവനെ ഓർത്ത്, അവന്റെ മനസാക്ഷിയെ ഓർത്ത് നിങ്ങൾ കഴിക്കരുത്. മനസാക്ഷി അവന്റെ മനസാക്ഷിയാണ്. സഹോദരന്റെ മനസാക്ഷിയെ ഓർത്ത് നിങ്ങൾ കഴിക്കരുത്. ഇതാണ് സ്നേഹത്തിന്റെ തത്വം. അതായത് ഒരു ദൈവം മാത്രമേ നമുക്കുള്ളൂ എന്ന് നമുക്കറിയാം. വിഗ്രഹാർപ്പിതം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല എന്നും എനിക്കറിയാം. പക്ഷെ ഈ വിശ്വാസമില്ലാതെ ഒരു വ്യക്തി കഴിച്ചാൽ ആ വ്യക്തിയുടെ മനസാക്ഷി ദുർബലമായിരിക്കുന്നത് കൊണ്ട് അവൻ ദൈവത്തോട് പാപം ചെയ്യും. അവൻ ദൈവത്തോട് പാപം ചെയ്യുമ്പോൾ അവൻ തെറ്റിപ്പോകാൻ എൻ്റെ ഈ അറിവ് കാരണമായതുകൊണ്ട് ഞാനും ദൈവത്തോട് പാപം ചെയ്യും. അതുകൊണ്ട്
അവൻ കൂടെ ഉണ്ടെങ്കിൽ കഴിക്കരുത് എന്നതാണ് അർത്ഥം. 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലെ ആത്മീയ തത്വം എന്നത് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമായി മറ്റൊരു ക്രിസ്ത്യാനി അവന്റെ ഹൃദയം, കോൺഷ്യൻസ് വ്രണപ്പെടരുത്, അവന്റെ മനസാക്ഷി കലങ്ങരുത്. അതായത് നമ്മുടെ പ്രവൃത്തിയിൽ തെറ്റ് ഒന്നുമില്ലെങ്കിലും സഹ ക്രിസ്ത്യാനിയെ വ്രണപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ഉദ്ബോധിപ്പിക്കുന്നു, നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നിരുന്നാലും നമ്മൾ മറ്റുള്ളവരെ വ്രണപ്പെടുത്തേണ്ട സമയങ്ങളുണ്ട്. ശരിയും തെറ്റും കൈകാര്യം ചെയ്യുമ്പോൾ, പാപം ഒരു പ്രശ്നമായി വരുമ്പോൾ, ആരെയെങ്കിലും പ്രീതിപ്പെടുത്താൻ നാം പാപം ചെയ്യണം എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നില്ല. അപ്പോ ആ പാപത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. ആ സമയത്ത് നമ്മൾ സഹോദരനെ വ്രണപ്പെടുത്തിയാലും തെറ്റില്ല. പക്ഷേ സത്യം സ്നേഹത്തിൽ സംസാരിക്കണം എന്നതാണ് ഇവിടത്തെ തത്വം. ഈ വീഡിയോയെ സംഗ്രഹിച്ചൊന്നു പറഞ്ഞാൽ, യെഹെസ്കേൽ 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ പറയുന്നത് വിഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാം എന്നതാണ്. കൊലോസ്യർ 3:5 ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങളുടെ ഒരു സംഗ്രഹം നൽകുന്ന ഒരു വാക്യമാണ്. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. നോക്കൂ, വിഗ്രഹ ആരാധനയായ അത്യാഗ്രഹം. അപ്പോ ഈ കാര്യങ്ങളെല്ലാം വിഗ്രഹാരാധനയിൽ വരുന്നതാണ്. വിഗ്രഹാരാധന എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ്. അതായത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ, ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ ഇടയാക്കുന്ന നിങ്ങളിലെ എന്ത് കാര്യവും അത് വിഗ്രഹമാണ്. അത് നിങ്ങളുടെ വിഗ്രഹമാണ്. അത് എന്ത് കാര്യമായിരുന്നാലും അത് നിങ്ങളുടെ വിഗ്രഹമാണ്. പുറപ്പാട് 20-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും ലൂക്കോസ് 10-ാം അധ്യായം 27-ാം വാക്യവും ഈ പ്രമേയമാണ്. അങ്ങനെയെങ്കിൽ എന്താണ് നമ്മുടെ വിഗ്രഹങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ദൈവവചനം വായിക്കുന്നതിൽ നിന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്നും നിങ്ങളെ അകറ്റുന്നത് എന്താണ്? ദൈവത്തെക്കാൾ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? മറ്റൊരാൾക്ക് ഇടർച്ച വയ്ക്കുന്ന എന്ത് കാര്യമാണ് നിങ്ങളിൽ നിന്ന് വാക്കുകളായി, പ്രവൃത്തികളായി, മനോഭാവമായി രൂപാന്തരപ്പെടുന്നത്? അതാണ് നിങ്ങളുടെ വിഗ്രഹം. വിഗ്രഹാർപ്പിതം കഴിക്കുന്നത് തെറ്റാണോ? ഒരിക്കലുമല്ല. കാരണം ഏക സത്യ ദൈവം, ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഞാനത് കഴിച്ചാലും അതെനിക്ക് ഭക്ഷണം മാത്രമാണ്. ഈ അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ അറിവിൽ നിന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് സകലതും പാപമാണ്.